ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മാഗിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ വെച്ച പാത്രം കാലിയാവുന്ന അറിയത്തില്ല. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ടും ചൂടായി വന്നു കഴിഞ്ഞാൽ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും മാഗി തയ്യാറാക്കുന്ന സമയത്ത് നെയ്യിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് എടുത്ത് നിൽക്കും. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസ് മാറി നിൽക്കും കേട്ടോ. അത്രയും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 4 ബീൻസ് ചെറുതാക്കി അരിഞ്ഞ ബീൻസും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണമെന്ന് മാത്രം, അത്രയും മാത്രം മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പിടി മല്ലിയിലയും കൂടിയാണ് നമ്മൾ വഴറ്റാനായിട്ട് പോണത്. ഒന്നുകിൽ വഴറ്റി ഇടാം, അതല്ലെങ്കിൽ നമ്മൾ ഇനി വെള്ളം ഒഴിക്കുന്ന സമയത്ത് അവപ്പം ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു മാത്രം. ക്യാരറ്റും ബീൻസൊക്കെ പാകത്തിനൊന്ന് വഴണ്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് ഉടയുന്ന പാകമായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ കുറുകി വരും. അപ്പോൾ അതിനും കൂടി കൂട്ടി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മാഗിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ കുറച്ച് വലിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയുള്ള പാക്കറ്റാണെങ്കിൽ 1 കപ്പ് വെള്ളം എന്തായാലും ഒഴിക്കണം. ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മാഗിയുടെ കൂടെ കിട്ടുന്ന മസാല നമുക്കെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മാഗിയുടെ കൂടെ കിട്ടുന്ന മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതേപടി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നൂഡിൽസ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നൂഡിൽസ് ഇനി വെന്ത് കിട്ടിയാൽ മാത്രം മതി. മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാഗി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറുകി വരും. നല്ലപോലെ ഒന്ന് വേവാനുണ്ട്. വീണ്ടും ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ചാറാക്കി കഴിക്കാം, അല്ലെങ്കിൽ നല്ലപോലെ പറ്റിച്ച് സാധാ നൂഡിൽസ് പോലെ കഴിക്കാവുന്നതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല. ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. മാഗി വെച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചാൽ മാത്രം മതി. നല്ല ചൂടോട് കൂടി കഴിക്കണം. ഇനി ഇരിക്കും തോറും ഇതിങ്ങനെ പറ്റി വരും. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തീ ആറുന്നതനുസരിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരും. നമ്മുടെ മാഗി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. എപ്പോഴും മാഗി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യിൽ തന്നെ അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. താങ്ക്